ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആൻഷീസ് കുക്കിംഗ് വൈ. അപ്പോൾ ഇന്ന് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇഫ്താറിനൊക്കെ നമുക്ക് എണ്ണക്കടികളൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് ഞാനിപ്പോൾ 2 മുട്ട ഒരു ബൗളിലിട്ടിട്ട് അതിലേക്ക് ഒരു 2 കപ്പ് മൈദ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ സെയിം കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. വെള്ളം ഒരുമിച്ച് 3 കപ്പ് ഒഴിച്ചു കൊടുക്കണ്ട, കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ശരിക്കും നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു കലക്കി വെച്ച മാവ് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. നല്ല ലൂസും അല്ല നല്ല തിക്കും അല്ലാത്ത രൂപത്തിൽ നീർദോശയുടെയൊക്കെ ആ ഒരു പാകത്തിൽ എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഓരോ ദോശകളായിട്ട് ഒരു പാൻ വെച്ചിട്ട് ചുട്ടെടുക്കണം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുത്താൽ മതി. എന്നിട്ട് കുറേശ്ശെ മുകളിൽ കുറച്ച് ഗീ തേച്ച് കൊടുക്കുക. അങ്ങനെ ഓരോന്നായിട്ട് ചുട്ട് മാറ്റി വെക്കുക. അങ്ങനെ ഞാനിപ്പോൾ എല്ലാ ദോശകളും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള ഈ ദോശൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാനുള്ള ഒരു പാല് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് ഞാനിപ്പോൾ 4 മുട്ട എടുത്തിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നേരത്തെ നമ്മൾ 2 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ 4 മുട്ട, അങ്ങനെ 6 മുട്ടയാണ് ഈ ഒരു അപ്പം ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ ആദ്യം മുട്ട ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3/4 കപ്പ് ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു മുട്ടയുടെ മിക്സിലേക്ക് നമുക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല കട്ടിയുള്ള 1 കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം. അത് ഞാനിപ്പോൾ ഇതുപോലൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ ഇതുപോലൊരു പാത്രത്തിൽ എടുക്കുക, അല്ലെങ്കിൽ കേക്ക് ടിൻ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ ഏത് പാത്രമായാലും ആ ഒരു വലുപ്പത്തിൽ വേണം ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 13 ദോശ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ, ആ ഒരു ബാറ്റർ വെച്ചിട്ട്. അപ്പോൾ ദോശയും പാലും കേക്ക് ടിന്നും ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു ദോശ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ സ്റ്റീം ചെയ്തിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഓവനിൽ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു ദോശ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ മുട്ടയുടെ മിക്സിൽ കുറച്ച് കുങ്കുമപ്പൂവ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കളറും കിട്ടും, നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. ഇനിയിപ്പോൾ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഓരോ ദോശകളായിട്ട് വെച്ച് കൊടുത്തിട്ട് ആ മുട്ടയുടെ മിക്സും ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറായിട്ട് ഓരോന്നും സെറ്റാക്കി വെക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ ദോശയും ആ ഒരു മുട്ടയുടെ മിക്സും ആ ഒരു പാത്രത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അടിയിൽ ഞാൻ കുറച്ച് മണലിട്ടിട്ടുണ്ടായിരുന്നിട്ട്, ഇനിയിപ്പോൾ വെള്ളം വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അത് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള കുറച്ച് അണ്ടി മുന്തിരി ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് പൊങ്ങി വന്നതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി.
എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ 1 മണിക്കൂറിന് ശേഷം ഞാനതൊന്ന് തുറന്ന് നോക്കാൻ പോവുകയാണ്. കണ്ടല്ലോ, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു കേക്കിൻ്റെ ആ ഒരു ഭാഗത്തിനായിട്ട് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ചൂടാറിയതിന് ശേഷം ആ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പാൽപത്തിരിയാണ് ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇഫ്താറിന് എണ്ണക്കടികളൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരും പേടിയുള്ളവരൊക്കെ ഉണ്ടാവില്ല. മുട്ടയും പാലും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻസിലൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.